മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡിന്റെ തുടക്കം തീരെ മികച്ചതായിരുന്നില്ല. അർഷ്ദീപ് സിംഗിന്റെ മനോഹരമായൊരു ഔട്ട് സിംഗർ, ഡിവോൺ കോൺവേയുടെ ബാറ്റിൽ തട്ടി പന്ത് പുറകിലേക്ക്. സഞ്ജു സാംസന്റെ അതിമനോഹരമായ ഡൈവ്, ഒരു ഫുൾ സ്ട്രെച്ച് ഡൈവിലൂടെ പന്ത് തന്റെ കൈപ്പിടിയിൽ ഒതുക്കി സഞ്ജു. Edge and gone. What a great catch to begin with. The worst possible start from New Zealand's point of view, and that is a screamer to begin with. അർഷ്ദീപ് സിംഗിന്റെ ആദ്യ ഓവറിൽ ന്യൂസിലൻഡിന് ആകെ നേടാൻ സാധിച്ചത് രണ്ടാം ഓവറിന്റെ മൂന്നാം പന്തിൽ ജതിൻ രവീന്ദ്രയെ അഭിഷേകിന്റെ കൈകളിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തിച്ചു. Edge and another one goes. Disaster for New Zealand. This and India are at the peak of their powers. It's the pressure. ന്യൂസിലൻഡ് സ്കോർ ബോർഡിൽ 1 റൺസിന് 2 വിക്കറ്റ്. 230 എന്ന വലിയ സ്കോർ ചേസ് ചെയ്യുന്ന ഒരു ടീമും ആഗ്രഹിക്കാത്ത ഒരു തുടക്കം. അവിടെ നിന്ന് ഗ്ലെൻ ഫിലിപ്സും റോബിൻസണും ചേർന്നിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തൽ ശ്രമം. പക്ഷേ അതിന്റെ ആയുസ് ആകെ 6ാം ഓവർ വരെ മാത്രം. ടിം റോബിൻസനെ ശിവൻ ദുബെയുടെ കൈകളിലാക്കി വരുൺ ചക്രവർത്തി ഈ പാർട്ട്ണർഷിപ്പിന് ഒരു അവസാനം കണ്ടു. പിന്നെ കാണാൻ സാധിച്ചത് ഗ്ലെൻ ഫിലിപ്സിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ശിവൻ ദുബെയെ 105 മീറ്റർ സിക്സർ പറത്തിക്കൊണ്ടുള്ള അതിമനോഹരമായൊരു ഷോട്ട്. 11.3 ഓവറിൽ ന്യൂസിലൻഡ് 103-ന് 3. പതിയെ കളി വഴുതിപ്പോകുമോ എന്നൊരു പേടി ഇന്ത്യൻ ആരാധകരുടെ മുഖത്ത് കണ്ടു. 195 സ്ട്രൈക്ക് റേറ്റിലുള്ള ഗ്ലെൻ ഫിലിപ്സിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ആയുസ് 14ാം ഓവർ വരെ മാത്രമായിരുന്നു. പിന്നെ വന്ന ആർക്കും ന്യൂസിലൻഡ് സ്കോർ കാർഡിലേക്ക് വലിയ സംഭാവനകൾ നൽകാൻ സാധിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ ബോളർമാർ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. 20ാം ഓവർ അവസാനിക്കുമ്പോൾ 189 റൺസിന് കിവീസ് വീണു. ഇന്ത്യക്ക് 48 റൺസിന്റെ ആധികാരിക ജയം. മികച്ച ഒരു ടീം പ്ലേ, ബാറ്റിങ്ങും ബോളിങ്ങും ഒത്തുണക്കത്തോടുള്ള പ്രകടനം, ഫീൽഡിംഗ് വളരെ മികച്ചത്, എല്ലാം കൂടി സമചേർന്നപ്പോൾ വിജയം ഇന്ത്യയുടെ കൈകളിൽ ഭദ്രം. T20 വേൾഡ് കപ്പിന് ഇനി അധികം നാളുകളില്ല. ഫോം ആവേണ്ടവർ ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും ഇപ്പോൾ ഫോം ആവണം. ഇത് അവസാന പരമ്പരയാണ്. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി പരീക്ഷണങ്ങൾക്ക് സമയമില്ല. മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വിജയിക്കാം, ഇല്ലെങ്കിൽ കപ്പില്ലാണ്ട് മടങ്ങാം. T20 വേൾഡ് കപ്പ് ഇന്ത്യ നിലനിർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.